ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യുന്നത്. രണ്ട് ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ എന്ത് ഹീലിംഗ് എനർജി ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, ഓക്കെ, എന്ത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത്, ആ ഒരു എനർജി നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ നോക്കും. പിന്നെ രണ്ടാമത് ഇന്നത്തെ എനർജി എന്താണ്, ഓക്കെ, അതിൻ്റെ ഗൈഡൻസ് എന്താണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഓൾറെഡി രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ സ്നേഹത്തിനും വേണ്ടിയിട്ട്. ഓക്കെ, ചില കമൻറ്റ്സ് എനിക്ക് വായിക്കാനായിട്ട് റിപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ പതുക്കെ അതിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇന്ന് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ടഫായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ആൻസറിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഏത് എനർജിയിലാണ് ഹീലിംഗ് വേണ്ടത്, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഏത് ഹീലിംഗ് എനർജി ആയിട്ട് കണക്ട് ചെയ്യണം നോക്കാം. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഞാൻ കുറച്ച് ഇവിടെ പേപ്പറിൽ എഴുതിയിട്ടിട്ടുണ്ട്. താങ്ക് യു. പായൽ നമ്പർ 1. ഓക്കെ, ഇവിടെ താഴെ വീണിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ട്രാൻസ്ഫോം ടു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. കുറച്ച് പേരുടെ ലൈഫ് സ്റ്റൈലിൽ ഓക്കെ ചേഞ്ചസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കുറച്ചും കൂടെ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ലൈറ്റായിട്ടുള്ള എക്സസൈസ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സിൽ കുറച്ചൊരു മാറ്റം, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏരിയയിൽ കുറച്ചൊരു മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് മടിയുടെ എനർജി ഉണ്ടാകാം, കാര്യങ്ങൾ പിന്നത്തോട്ട് മാറ്റി വയ്ക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകാം. അപ്പോൾ അത് കുറച്ചൊന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ ആക്റ്റീവ് ആകാനായിട്ടാണ് ഫസ്റ്റ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ ഇവിടെ പറയുന്നത്. കുറച്ച് പേര് ലൈഫിൽ വരുന്ന ഓപ്പർച്യൂണിറ്റിയോട് നോ പറയുന്നുണ്ടാകാം, ഒന്നിനോടും താല്പര്യമില്ലാതിരിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്, അത് കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ലോട്ടസ്, താമരയുടെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് നോളേജ് നേടേണ്ട ആവശ്യമുണ്ട്. സരസ്വതി ദേവിയുടെ എനർജിയാണ് വന്നേക്കുന്നത്. പഠന വിഷയങ്ങളിൽ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോക്കസ് തിരിച്ചുവിടാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി ലൈഫിലുള്ള എന്തെങ്കിലും പാരൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, അത് കുറച്ചൊന്ന് ഹീൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഓഫീസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഡൈനാമിക്സിൽ പൊളിറ്റിക്സ് അങ്ങനത്തെ എനർജീസ് ഉണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, വെൽക്കം ന്യൂ ബിഗിനിങ്സ്. കുറച്ച് പേർക്ക് ഇവിടെ ന്യൂ എനർജീസ്, പുതിയ പുതിയ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുക. പുതിയ അറിവ് ലഭിക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എപ്പോഴും ഒരു പുതിയ അറിവ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഡിനൈ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിനോട് നമുക്കൊരു എന്താ പറയുക താല്പര്യമില്ലാതെ വരുന്ന ആ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്, പുതിയ എനർജീസ് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ന്യൂ ബിഗിനിങ്സിനെ കുറച്ചും കൂടെ
എന്താ പറയുക, ഓപ്പൺ മൈൻഡഡ് ആയിട്ട് തുറന്ന മനസ്ഥിതിയോടുകൂടി അതിനെ വെൽക്കം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നല്ല മാറ്റങ്ങളാണെങ്കിൽ അതിനോട് യെസ് പറയാനായിട്ട് ശ്രമിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള എന്തെങ്കിലും എനർജിയിൽ ഷിഫ്റ്റ്, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരേണ്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഷാഡോ, നമ്മളുടെ തെറ്റുകൾ എന്താ പറയുക തിരിച്ചറിയുക, അത് മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ്. പക്ഷേ പിന്നീട് നിങ്ങൾ ടൈം എടുത്തിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ജോലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ കൂടുതൽ ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, നെക്സ്റ്റ് ലെവലിലോട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അതിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നും ചെയ്യാനില്ല, കുറച്ച് പേര് റിട്ടയർമെൻറ്റ് ലൈഫിൽ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. എന്നാലും ഒന്നും ചെയ്യാനില്ലെങ്കിലും നിങ്ങളുടെ ലൈഫ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാം. ഓക്കെ, അതിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹോബീസായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് ഗാർഡനിങ്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. ആ ഒരു ബോർഡം, ഒന്നും ചെയ്യാനില്ലാത്ത എനർജി, അതിൽ നിന്ന് കുറച്ചൊന്ന് പുറത്ത് കിടക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, നിങ്ങൾ കുറച്ച് പേർക്ക് പാനീയങ്ങളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അവിടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ കുറച്ചൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉറങ്ങുന്ന ആ ഒരു ടൈം കുറച്ചൊന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചേഞ്ചസിനോട്, മാറ്റങ്ങളോട് കുറച്ചൊന്ന് നിങ്ങൾ ഓപ്പൺ മൈൻഡോടുകൂടി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. പൈൽ നമ്പർ 1. ഇവിടെ സ്ട്രെങ്ത് കാർഡാണ് വന്നേക്കുന്നത്, നമ്പർ 8 ആണ് വന്നേക്കുന്നത്. ഇന്ന് ഒത്തിരി പോസിബിലിറ്റീസ് നിങ്ങളുടെ ലൈഫിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻഫൈനൈറ്റ് അബണ്ടൻസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള എനർജി. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ട് മാത്രമാകണം എന്നില്ല. കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിൽ കുറച്ചും കൂടെ എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള എനർജി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, ആ ഒരു എനർജിയും സ്ട്രോങ് ആയിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ എനർജി, മൂൺ. ഇമോഷണലി അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റിൽ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചിന്തകൾ, കുറച്ച് പേർക്കിത് പാസ്റ്റിലെ മെമ്മറീസ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് 9 ഓഫ് വോൺസിൻ്റെ എനർജി, അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി കാണുന്നുണ്ട്. ന്യൂ ബിഗിനിങ്. ഇവിടെയും ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോൺഫിഡൻസ് നൽകുന്ന, ഒരു ആത്മധൈര്യം നൽകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ആ ഒരു എനർജി പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ 9 ഓഫ് വോൺസ് വന്നിട്ട് വൂണ്ടഡ് വാരിയറാണ്. കുറച്ച് പേര് എന്തെങ്കിലും ഒരു കോഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അത് മാറ്റിയിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി ആയിരിക്കും. കാരണം ഇവിടെ ബാക്കിൽ 6 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഓക്കെ, ഒത്തിരി മുന്നോട്ട് പോകുന്ന എനർജിയാണ് കാണുന്നത്. സ്ട്രോങ് ആയിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സെക്കൻഡ് ചാൻസ് ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ടാകാം. പാസ്റ്റിൽ ഈ ഒരു അവസരം നഷ്ടമായി പോയിട്ടുണ്ടാകാം.
അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ദുഃഖിച്ചിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് എനിക്ക് ആക്ഷൻസ് എടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു എനർജി റിട്ടേൺ ആയിട്ട് തിരിച്ചു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാസ്റ്റിൽ ചെയ്ത ആ ഒരു സെയിം മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ടും പറയുന്നുണ്ട്. പുതിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് നൈറ്റ് ടൈം കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിൽ അഗാധമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചിട്ടുള്ള പേടി ഉണ്ടാകാം. ചിലപ്പോൾ ഇത് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം. അത് എനർജി റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്താണ് ഈ ഒരു പേടിയുടെ പിന്നിലുള്ള ആ ഒരു റൂട്ട് കോസ്? എന്തുകൊണ്ടിട്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിക്കുന്നത്? അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അത് ഹീൽ ചെയ്യാനായിട്ട് എന്ത് കാര്യങ്ങളായിട്ട് ഞാൻ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ഓപ്ഷൻസ് ആണുള്ളത്, അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രോബ്ലംസ് വരണ സമയത്ത് അതിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ട്, അതിൻ്റെ ആൻസേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്ത്, കോൺഫിഡൻസ് വീണ്ടെടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ബോഡി കുറച്ചും കൂടെ കെയർഫുള്ളാകുക. ഇന്നത്തെ ദിവസം വന്നിട്ട് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ, ദൂരയാത്രകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുള്ളാകുക. ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം കരുതാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം, പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ എന്ത് ഹീലിംഗ് എനർജി ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് പാത്താണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ആ ഒരു ഗൈഡൻസ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം പായൽ നമ്പർ 2. പായൽ നമ്പർ 2യുടെ സൊല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ എന്ത് ഹീലിംഗ് എനർജി ആയിട്ടാണ് പായൽ നമ്പർ 2 കണക്ട് ചെയ്യേണ്ടത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ. താങ്ക് യു. ഫസ്റ്റ് വന്നിട്ട്, ആർ യു എ ഇമോഷണൽ ഈറ്റർ? നിങ്ങളുടെ ഇമോഷണൽ എനർജി, വൈകാരികമായിട്ടുള്ള എനർജി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. പല പ്രശ്നങ്ങളും, ചിലപ്പോൾ ഇത് കുറച്ച് പേർക്ക് ആങ്സൈറ്റിയുടെ എനർജി ആയിരിക്കാം, പെട്ടെന്ന് ടെൻഷൻ വരിക, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന എനർജീസ് ആയിരിക്കാം, ഓവർവെൽമിങ് എനർജി, താങ്ങാൻ പറ്റാത്ത എനർജി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ആ ഒരു കൺഫ്യൂഷനിലോട്ട് പോകുന്നുണ്ടാകാം. അപ്പോൾ അത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള റീസൺ, അത് മനസ്സിലാക്കുക. ഇമോഷണലി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പാസ്റ്റിലെ പല എനർജീസും നിങ്ങളെ അലട്ടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇമോഷണലി കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങളത് റീതിങ്ക് ചെയ്തിട്ട്, ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഇപ്പോഴുള്ള മനോഹരമായിട്ടുള്ള ജീവിതം അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. സന്തോഷമായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ ഇമോഷണൽ എനർജി ഹീൽ ചെയ്യുക. ആർ യു എ ഇമോഷണൽ ഈറ്റർ? ആ ഒരു എനർജി നിങ്ങളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ എനർജി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്കിത് ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം ആകാം. ഒത്തിരി ഇമോഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ഒത്തിരി വിശപ്പുണ്ടാകും, നമ്മൾക്ക് ഹെൽത്തി അല്ലാത്ത ഒത്തിരി ഫുഡ് കഴിക്കുന്നുണ്ടാകാം, ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടാകാം. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശപ്പുള്ളപ്പോൾ കറക്റ്റ് ടൈമിലാണോ നിങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ എനർജിയിൽ ആ ഒരു പാസ്റ്റിലെ പല പ്രശ്നങ്ങളും മറക്കാൻ വേണ്ടിയിട്ട്, ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്താണോ ചൂസ് ചെയ്യുന്നത്? അപ്പോൾ അത് ശ്രദ്ധിക്കുക. വാട്ട് യു ഡിസയർ ഈസ് നിയർ. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി,
ആ ഒരു നർച്ചർ ചെയ്യേണ്ട എനർജി, ആ ഒരു മദറിൻ്റെ എനർജിയാണ്. നമ്മളെ പരിപാലിക്കുക, സെൽഫ് കെയർ, ആ ഒരു എനർജിയിലെല്ലാം കുറച്ചൊന്ന് ടാപ്പിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറച്ച് പേർക്ക് തേർഡ് ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ക്ലൗഡഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം, ഇല്യൂഷനിലിരിക്കുന്നുണ്ടാകാം, ക്ലിയർ അല്ലാതെ വ്യക്തമല്ലാത്തത് കൊണ്ടിട്ട് പല തെറ്റായ ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അത് മനസ്സിലാകുന്നുണ്ടാകില്ല. ചിലപ്പോൾ ഈഗോ അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ തെറ്റായ ദിശയിലോട്ട് തിരിച്ചു വിടുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, നിങ്ങളുടെ തന്നെ ആ ഒരു ഇന്നർ വോയിസ് എന്താണ് പറയുന്നത്, അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ വാട്ട് യു ഡിസയർ ഈസ് നിയർ. കുറച്ച് പേർക്ക് എപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്, എപ്പോൾ എൻ്റെ മാനിഫെസ്റ്റേഷൻ വരും, അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് കൺസേൺ ആയിട്ടിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഒത്തിരി ആ ഒരു എനർജിയിൽ ഒത്തിരി കടുംപിടുത്തം പിടിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഔട്ട്കം ഇതുപോലെ വരണം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു സറണ്ടറിൻ്റെ എനർജി, ആ ഒരു എന്താ പറയുക, ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് ആ ഒരു ഫെയ്ത്തിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് എല്ലാവരുടെയും ലൈഫ് ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലൈഫ് പർപ്പസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള എന്താ പറയുക കർമ്മയുണ്ട്. ഈ ലൈഫിലെ കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലുമൊക്കെ എനർജീസ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അതും കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുള്ളതാണോ, നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, അതൊന്ന് ചിന്തിക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇൻറ്റ്യൂഷനായിട്ട് ഇവിടെ ബ്ലോക്കിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത്, മറ്റുള്ളവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു എനർജിയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ഫ്രീ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡിസയർ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എക്സാക്ട്ലി ആ ഒരു രൂപത്തിൽ വരണം എന്നില്ല, പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും എനിക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം, എൻ്റെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കണം. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. ഓക്കെ, അപ്പോൾ ഇമോഷണൽ എനർജി, ഓവറായിട്ട് ഉള്ള കൺസേൺ, ഓവർ വറി, ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. താങ്ക് യു. ടുഡേയ്സ് എനർജി പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2. ഓക്കെ, ഇവിടെ ചാരിയറ്റാണ് വന്നേക്കുന്നത്. ഞാൻ എടുക്കുന്നില്ല, നമുക്ക് നോക്കാം ഇത് വരുന്നുണ്ടോയെന്ന്. Okay, thank you. Pile number 2. High Priestess, 2 of Wands, 10 of Swords in the energy. Back 5 of Cups in the energy. Ace of Cups in the energy. ഒത്തിരി ഹീലിംഗ് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പീസിൻ്റെ എനർജി, സമാധാനത്തിൻ്റെ എനർജി കുറച്ച് പേര് ചൂസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേരുടെ ലൈഫിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ ദിവസം വരുന്നതാണ്. അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസിൽ എനിക്ക് നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ടാലൻസ്, എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഇന്ന് പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാകില്ല എനിക്ക് ഇത്രത്തോളം ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു ഗിഫ്റ്റ് എൻ്റെ ഉള്ളിലുണ്ട്, ഈ ഒരു പൊട്ടൻഷ്യൽ എൻ്റെ ഉള്ളിലുണ്ട്.
ഓക്കെ, അപ്പോൾ ടാലൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഇത് നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ എനർജി ആയിരിക്കാം. അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് വന്നിട്ട് ഇൻറ്റ്യൂഷനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയുക, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ അത് നിങ്ങളോട് ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കറക്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ട്, ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് എൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഹോപ്പ്ഫുള്ളായിട്ട് പ്രത്യാശയോടുകൂടി ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേരുടെ ബോഡി, ഫിസിക്കൽ ബോഡി കുറച്ചും കൂടെ കെയർ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ബാക്ക് പെയിൻ, ബോഡി പെയിൻ, ഹെഡ് ഏക്ക്, ഓക്കെ, ആ ഒരു എനർജിയിൽ നിന്നെല്ലാം കുറച്ചൊന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ചേഞ്ചസ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ പേടിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മറികടക്കാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പേടിച്ചിരുന്ന പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ കുറച്ച് പേർക്ക് മനസ്സിലാകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജി, ഓക്കെ, ആ ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പേർക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, ആ ഒരു കാരുണ്യം, ആ ഒരു കമ്പാഷൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ടുള്ള ഒരു എനർജിയും ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ എന്താണ്, പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട്, റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക, പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട്, ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി, വ്യക്തത വന്നു കഴിയുമ്പോൾ നിങ്ങളെടുക്കുന്ന സ്റ്റാൻഡിൽ, നിങ്ങളുടെ തീരുമാനങ്ങളിൽ കുറച്ചും കൂടെ ഉറച്ചു നിൽക്കാനായിട്ട്, കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ സറണ്ടറിൻ്റെ എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ചില കാര്യങ്ങൾ മിസ്റ്ററി ആയിട്ടിരിക്കുന്നുണ്ടാകാം, നമുക്ക് മനസ്സിലാകാതിരിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊരു ഫെയ്ത്ത്, ഒരു വിശ്വാസം, ആ ഒരു സറണ്ടർ, ഓക്കെ, ഒരു സമർപ്പണ മനോഭാവം ഇന്ന് കുറച്ചൊന്ന് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.